നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ കേരള പാഠാവലി 3ാമത്തെ യൂണിറ്റ് ഒന്നല്ലി നാം. ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായിയുടെ പ്രസംഗങ്ങൾ മലാല താഴ്വരയിലെ ഗുൽമക്കായി എന്ന പേരിൽ ഡോക്ടർ ശുഭ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെടുത്തതാണ് സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗം. ഇനി നമുക്ക് പ്രാസംഗികയെയും എഴുത്തുകാരിയെയും പരിചയപ്പെടാം. മലാല യൂസഫ്സായി സ്ത്രീ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റുമാണവർ. 1997 ജൂലൈ 12 പാകിസ്ഥാനിലെ മിങ്കോറയിലാണ് മലാല യൂസഫ്സായി ജനിച്ചത്. 11ാം വയസ്സിൽ തന്നെ മലാല സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾക്കായി വാദിച്ചു തുടങ്ങിയിരുന്നു. പെൺകുട്ടികളുടെ പഠനാവകാശം നിഷേധിക്കുന്ന താലിബാനെതിരെ സംസാരിച്ച മലാലയ്ക്ക് നേരെ 2012 ഒക്ടോബർ 9 താലിബാൻ വധശ്രമം നടത്തി. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനാർഹയാണ് മലാല. നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അവർ. മലാലയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം 2012 ജൂലൈ 12 അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിച്ചു. ഇനി വിവർത്തകയെ പരിചയപ്പെടാം. ഡോക്ടർ ശുഭ തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ നിന്നും മലയാള സാഹിത്യത്തിൽ MA ബിരുദം, തിരുനെൽവേലി MS യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടി. പ്രധാന കൃതികൾ ബുദ്ധദർശനത്തിൻ്റെ പ്രഭാവം ആശാൻ കവിതയിൽ, പഠനമാണിത്. കവിതകൾ ചിത്രശിലയിലെ സംഗീതം, അറവുമാടുകൾ, പൂന്തേൻ, യശോധര ഹൃദയം, നന്മയുടെ താഴ്വരകൾ കഥകളാണ്. ജീവചരിത്രം കുമാരനാശാൻ, ഹെലൻ കെല്ലർ, രവീന്ദ്രനാഥ ടാഗോർ. മലാല താഴ്വരയിലെ ഗുൽമക്കായി ഈ കൃതിയിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത്. പാഠഭാഗത്തിന് മുന്നോടിയായി കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയം കൂടി മനസ്സിലാക്കാം. ആയുധങ്ങൾക്ക് തോൽപ്പിക്കാനാവാത്ത ആത്മബലം ജീവിതത്തിൻ്റെ അക്ഷരത്തിളക്കം. ആയുധങ്ങൾക്ക് പോലും തോൽപ്പിക്കാനാവാത്ത മനോബലം തരുന്നത് എന്താണ്? വിദ്യാഭ്യാസമാണ്. അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ആ അക്ഷരത്തിളക്കമാണ്, അറിവിലേക്കുള്ള ലോകമാണ് എന്നാണ് പറയുന്നത്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. മറ്റെന്തിനേക്കാളും മേന്മയേറിയ മനുഷ്യജീവിതത്തിന് വെളിച്ചം പകരുന്ന ഒന്നാണ് അറിവ് എന്നുള്ളത്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദീപമാണ് വിദ്യാഭ്യാസം. മലാലയുടെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുമ്പോൾ അവിടം അന്ധകാരത്തിൽ ആഴും. ഈ അന്ധകാരത്തിൽ താലിബാനെ പോലുള്ള ഛിദ്രശക്തികൾ വളരും. വിദ്യാഭ്യാസം ജനങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കും. അവിടെ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് വളരാൻ കഴിയില്ല. ഇത് മലാലയുടെ തന്നെ വരികളാണ്. സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗം അവർ നടത്തിയ ഒരു പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഡോക്ടർ ശുഭയാണ് ഇത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. നമുക്കിനി പാഠഭാഗം വായിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മലാല ദിനം എൻ്റെ ദിനമല്ല. ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ് ഇന്ന്. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട് ലോകമാകെ. ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ ആക്രമിക്കപ്പെട്ട എന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും അവർക്കും അർഹതപ്പെട്ടതാണ്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ജൂലൈ 12 മലാല ദിനം. ആ ദിനത്തിൽ അവർ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് പറഞ്ഞുകൊണ്ട് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ് ഈ ദിനം എന്നുകൂടി അവർ പറയുന്നുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന്, തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ലോകശ്രദ്ധ ആകർഷിച്ച പെൺകുട്ടിയാണ് മലാല യൂസഫ്സായി. താലിബാനെതിരെ, അതായത് അവരുടെ ആ ചെയ്തികൾക്കെതിരെ ശബ്ദമുയർത്തിയ കേവലം 11 വയസ്സിലാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് അവൾ വിധേയയായത്. സ്വാത്തിലെ പെൺപള്ളിക്കൂടങ്ങൾക്ക് തീവ്രവാദികൾ വിലക്കേർപ്പെടുത്തി.
സ്കൂളിൽ പോകാൻ കഴിയാതെ അസ്വസ്ഥയായ മലയാളയുടെ ഡയറി കുറിപ്പുകൾ ഗുൽമക്കായ് എന്ന തൂലികാനാമത്തിൽ BBC-യിലൂടെ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് അറിഞ്ഞിട്ടും സ്കൂളിൽ പോകുന്നതും വിദ്യാഭ്യാസ നിഷേധത്തിനെതിരെ പ്രതികരിക്കുന്നതും മലാല തുടർന്നുകൊണ്ടേയിരുന്നു. തൻ്റെ കൂട്ടുകാരികൾക്ക് ധൈര്യം പകരുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് താലിബാൻ മലാലയ്ക്ക് നേരെ വെടിയുതിർത്തത്. ഒരുപാട് ചികിത്സകൾക്ക് ശേഷം അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷവും അവർ താലിബാൻ്റെ ഈ ചെയ്തികൾക്കെതിരെ, അല്ലെങ്കിൽ മൊത്തത്തിൽ ലോകത്തുള്ള തീവ്രവാദ ചെയ്തികൾക്കെതിരെ അവർ പ്രതികരിക്കുക തന്നെയാണ് ചെയ്തത്. ഒരിക്കലും ആ വെടിയുണ്ടകൾക്ക് അവരുടെ ഇച്ഛാശക്തിയെ തോൽപ്പിക്കാനായില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ അവർ പറയുന്നു, ഇത് ഞാൻ പോരാടുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ നിരവധി പേർ വിദ്യാഭ്യാസത്തിനു വേണ്ടി അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ പോരാടി ഇതുപോലെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടിയാണ് ഞാൻ പ്രതികരിക്കുന്നത്. അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ പ്രതികരിക്കാൻ സാധിച്ചേക്കില്ല. അവർക്ക് കൂടി വേണ്ടിയാണ് ഞാനിങ്ങനെ പ്രതികരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് വിദ്യാഭ്യാസം. സ്ത്രീ പുരുഷ ഭേദമന്യേ സമാധാനവും അതുപോലെ വിദ്യാഭ്യാസവും നമുക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശം നമ്മിൽ നിന്ന് ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ചിന്താഗതി വളരെ ചെറുപ്രായത്തിൽ തന്നെ മലാലയ്ക്കുണ്ടായിരുന്നു. പ്രിയ കൂട്ടുകാരെ, 2012 ഒക്ടോബർ 9 താലിബാൻ സൈനികർ എൻ്റെ ശിരസിലേക്ക് വെടിയുതിർത്തു. എൻ്റെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു. വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം. പക്ഷെ അവർ പരാജയപ്പെട്ടു. നിശബ്ദതയല്ല, 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർത്തു വന്നത്. വെടിയുണ്ടകളിലൂടെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും സ്വപ്നങ്ങൾ തകർത്തു കളയാമെന്നും അവർ കരുതി. അവർക്ക് തെറ്റി. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരേ ഒരു മാറ്റം ഇതാണ്. ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും എന്നിൽ തളിർത്തിയിരിക്കുന്നു. അതെ, ഞാൻ പഴയ അതേ മലാലയാണ്. എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേതു തന്നെയാണ്. 2012 ഒക്ടോബർ 9 താലിബാൻ അവരുടെ ശിരസിനു നേരെ വെടിയുതിർത്തത്. മലാലയുടെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു. അതായത് പെൺപള്ളിക്കൂടങ്ങൾ, അതുപോലെ സംഗീതം, TV-യിൽ സംഗീതം ആസ്വദിക്കുന്നത്, ഇതെല്ലാം താലിബാൻ എതിർത്തിരുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു ഇവിടെ മലാല. അവളുടെ അസ്വസ്ഥതകൾ ഡയറി കുറിപ്പുകളായി ഗുൽമക്കായ് എന്ന തൂലികാനാമത്തിൽ അവൾ എഴുതിയിരുന്നു. അതാണ് BBC-യിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. മലാലയെ തിരിച്ചറിഞ്ഞ തീവ്രവാദികൾ അവൾക്ക് നേരെ വെടിയുതിർക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ പെൺകുട്ടികൾക്കിടയിൽ ഒരു ഭയം ജനിപ്പിക്കാൻ തീവ്രവാദികൾ ശ്രമിക്കുകയായിരുന്നു. അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന ആർക്കുനേരെയും, അത് എത്ര ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളാണെങ്കിലും അവരെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി കളയുമെന്ന്, വധിക്കുമെന്നൊക്കെയുള്ള ഒരു താക്കീതായിരിക്കണം ചിലപ്പോൾ താലിബാൻകാർ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ വിശ്വാസം തെറ്റി എന്നാണ് ഇവിടെ മലാല പറയുന്നത്. വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. നിശബ്ദതയല്ല, 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർത്തു വന്നത്. കൂടുതൽ വാശിയും വീറുമാണ് ഉണ്ടായത്. എന്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾ അവരിൽ നിന്ന് പറിച്ചെറിയപ്പെടുന്നു എന്ന ചോദ്യം ചെയ്യൽ തുടർന്നും ഉണ്ടായി. 1000 ശബ്ദങ്ങളിലൂടെ അത് പുറത്തേക്ക് വന്നു. മലാല പറയുന്നു, തൻ്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവത്തോടുകൂടി ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് വരെയും ഭയവും നിരാശയുമായിരുന്നെങ്കിൽ ഈ ഒരു വധശ്രമത്തിന് ശേഷം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും തന്നിൽ തളിർത്തു എന്നാണ് പറയുന്നത്. താൻ പഴയ മലാല തന്നെയാണ്. എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേതു തന്നെയാണ്. അത് നേടിയെടുക്കാൻ ഞാൻ ഏത് അറ്റം വരെയും പോകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ലോകത്തെ നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണയിക്കുക. സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം. അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല. ലോകത്തെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, മതപണ്ഡിതന്മാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലിരിക്കുന്ന വ്യക്തികൾ, ഇവരോടൊക്കെയായി മലാല പറയുന്നത്, നിങ്ങളുടെ മുൻഗണന എപ്പോഴും സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയായിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ആ നയങ്ങൾ തിരുത്തുക എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്കും അങ്ങനെയുള്ള ചിന്തകൾക്കും മുൻഗണന നൽകുക.
അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല എന്നും പറയുന്നു. എല്ലാ ലോകരാജ്യങ്ങളോടും ഞങ്ങൾ പറയട്ടെ, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തുക. വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക. ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. എല്ലാ ലോകരാജ്യങ്ങളോടും വീണ്ടും മലാല പറയുന്നത് ഇതാണ്: അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്നാണ്. നമ്മുടെ ഭരണഘടനയിൽ അത് ഉണ്ട്. പക്ഷേ അതേ ചിന്ത തന്നെ മലാലയ്ക്ക് ഉണ്ടായി വളരെ ചെറുപ്രായത്തിൽ എന്നതാണ് പ്രത്യേകത. കുട്ടികളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ നിർബന്ധിത തീവ്രവാദത്തിന് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ പല രാജ്യങ്ങളിലുമുണ്ട്. അതവരിൽ വളരെ ആഴത്തിലുള്ള മുറിവുകളും വേദനകളും സാമൂഹിക വിരുദ്ധതയുമാണ് വളർത്തുക. ദയവ് ചെയ്ത് അതിലേക്ക് കുഞ്ഞുങ്ങളെ തള്ളിവിടരുത്. അതിനുവേണ്ടിയാണ് എല്ലാ രാജ്യങ്ങളിലും കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വേണമെന്ന് മലാല പറയുന്നത്. കാരണം അറിവിൻ്റെ വെളിച്ചമുള്ള ഒരു മനസ്സിലേക്ക് തീവ്രവാദം കടന്നു ചെല്ലില്ല എന്നൊരു ചിന്ത മലാലയ്ക്കുണ്ട്. അതുപോലെ ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്നും മലാല പറയുന്നു. ലോകത്തിലെ എല്ലാ മതങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റേതുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക. വിവേചനം, വേർതിരിവ്. സ്ത്രീകൾക്കും ലഭിക്കട്ടെ തുല്യ അവസരവും തുല്യനീതിയും. കൂട്ടുകാരെ, ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം, അറിവും സമാധാനവും വേണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്താം. നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കാം. ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും. അറിവ് കൊണ്ട് നമുക്ക് സ്വയം സജ്ജമാക്കാം. സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം. നമ്മളെ തടയാൻ ആർക്കുമാവില്ല. മനുഷ്യ വികസനത്തിൻ്റെ ഒരു സുപ്രധാന ഘടകമാണ് വിദ്യാഭ്യാസം. അറിവ്, കഴിവുകൾ, മൂല്യങ്ങൾ, ശീലങ്ങൾ എന്നിവ നേടിയെടുക്കാനും അതുവഴി സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് സംഭാവന നൽകാനും വിദ്യാഭ്യാസം നമ്മെ പ്രാപ്തരാക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിലും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ്, സുപ്രധാന ഘടകമാണ് സ്ത്രീ വിദ്യാഭ്യാസം എന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വിമോചനത്തിനും ജീവിത ഉന്നമനത്തിനും അനിവാര്യമാണ് അറിവ് നേടുക എന്നുള്ളത്. എല്ലാ മതപണ്ഡിതന്മാരോടും മലാല പറയുന്നത് ഇതാണ്: മതത്തിൻ്റെയും ജാതിയുടെയും വംശത്തിൻ്റെയും വേർതിരിവ് അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ സ്ത്രീയുടെ മുന്നേറ്റം സാധ്യമാകൂ എന്ന് മലാല വ്യക്തമാക്കുന്നു. വംശവെറിയില്ലാത്ത തുല്യനീതിയും അവസരവും സാധ്യമാക്കുന്ന ലോകക്രമം ഉണ്ടായിത്തീരും എന്ന പ്രത്യാശയും മലാല പങ്കുവയ്ക്കുന്നുണ്ട്. സ്ത്രീയുടെ സുരക്ഷയും സാമൂഹിക അംഗീകാരവും ഉറപ്പുവരുത്തുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് എത്രയോ വലുതാണെന്ന് അവരുടെ ഈ വരികളിൽ നിന്ന് വ്യക്തമാണ്. അതോടൊപ്പം തുല്യനീതിയുടെയും ലിംഗസമത്വത്തിൻ്റെയും പ്രാധാന്യം കൂടി വ്യക്തമാക്കുന്നു. എല്ലായിടങ്ങളിലും പുരുഷനോടൊപ്പം തന്നെ സ്ത്രീക്കും തുല്യ അവസരങ്ങളും നീതിയും ലഭിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാവർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും തിളക്കമുള്ളൊരു ഭാവി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവിക്ക് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം. നമ്മെ തടയാൻ ആർക്കുമാവില്ല. നമുക്ക് ഒരുമിക്കാം ഇതിനു വേണ്ടി. നമ്മളുടെ അവകാശങ്ങളെ നമ്മിൽ നിന്ന് എടുക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് സ്വയം സജ്ജമാകാം. നമ്മൾ ഓരോരുത്തരും ഒരു മലാലയല്ല, നിരവധി മലാലമാർ ഉണ്ടാകണം എന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് തെളിയുന്നത്. സ്നേഹത്തിലും ഐക്യത്തിലും നമുക്ക് ഒന്നാവാം. നമ്മളെ തടയാൻ ആർക്കുമാവില്ല എന്നൊരു ആത്മവിശ്വാസവും ആ ഉറപ്പും ഈ വരികളിൽ, ഈ വാക്കുകളിൽ നമുക്ക് കാണാനാവും. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. അഭിപ്രായം പറയാം. മലാലയുടെ പ്രസംഗം വായിച്ചുവല്ലോ. മലാല ലോകത്തോട് പറയാൻ ശ്രമിക്കുന്ന പ്രധാന ആശയങ്ങൾ വ്യക്തിഗതമായി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം. സ്ത്രീകളുടെയും കുട്ടികളുടെയും വിമോചനത്തിനും ജീവിതത്തിലെ ഉന്നമനത്തിനും ഏറ്റവും ശക്തമായ ആയുധം വിദ്യാഭ്യാസമാണെന്ന് മലാല ഉറപ്പിക്കുന്നു. വിദ്യാഭ്യാസം മാത്രമേ മനുഷ്യനെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കൂ. അടുത്ത പോയിന്റ്, സമത്വത്തിൻ്റെ ആവശ്യകത. മതം, ജാതി, വംശം തുടങ്ങിയ അടിസ്ഥാനങ്ങളിൽ മനുഷ്യരെ വേർതിരിക്കുന്ന എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിച്ചാൽ മാത്രമേ യഥാർത്ഥ പുരോഗതി സാധ്യമാകൂ എന്നവർ വ്യക്തമാക്കുന്നു. തുല്യനീതിയും അവസര സമത്വവും. സ്ത്രീക്കും പുരുഷനുമൊക്കെ തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കുന്ന ഒരു ലോകമാണ് മലാലയുടെ സ്വപ്നം.
ധൈര്യവും ആത്മവിശ്വാസവും. വെടിയുണ്ടകൾക്കും ഭീഷണികൾക്കും മുന്നിൽ പോലും മലാല തൻ്റെ ശബ്ദം നിശബ്ദമാക്കാൻ അനുവദിക്കുന്നില്ല. അവളുടെ പ്രസംഗം ധൈര്യത്തിൻ്റെ, പ്രതീക്ഷയുടെ, ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. പ്രത്യാശയും ദൗത്യബോധവും. ലോകം മാറുമെന്ന പ്രത്യാശയും അതിനായി വിദ്യാഭ്യാസം വഴിയാക്കാനുള്ള ദൗത്യബോധവുമാണ് മലാല പങ്കുവയ്ക്കുന്നത്. മലാല ലോകത്തോട് പറയുന്നത് വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമായാൽ മാത്രമേ സമത്വവും നീതിയുമുള്ള ലോകം സാക്ഷാത്കരിക്കാനാകൂ. വെടിയുണ്ടകൾക്കൊന്നും ഒരു ചിന്തയെയും തടുക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസമാണ് ലോകമാറ്റത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്നതാണ്. അടുത്ത ചോദ്യം, പ്രഭാഷണം തയ്യാറാക്കാം. കുട്ടികൾക്ക്, വിശേഷിച്ച് പെൺകുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് മലാല ചെറുപ്രായത്തിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് വനിതാ ദിനത്തിൽ നടത്താനായി ഒരു പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം തുടങ്ങുമ്പോൾ സദസ്സിനെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഏവർക്കും വനിതാ ദിന ആശംസകൾ നേരുക. തുടർന്ന് നമുക്ക് പ്രസംഗം ആരംഭിക്കാം. വിഷയത്തെ അവതരിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ലോകത്ത് നിരവധി സ്ത്രീകൾ അവരുടെ ധൈര്യത്താൽ, അറിവാൽ, പരിശ്രമത്താൽ മാറ്റത്തിൻ്റെ പ്രതീകങ്ങളായി മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധയായ വ്യക്തിയാണ് മലാല യൂസഫ്സായ്. ചെറുപ്രായത്തിൽ തന്നെ അവർ തിരിച്ചറിഞ്ഞത് ഒരു പെൺകുട്ടിയെ ശക്തയാക്കുന്ന ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസമാണെന്നതാണ്. വിദ്യാഭ്യാസം സ്ത്രീക്ക് അറിവ് നൽകുന്നതിൽ ഒതുങ്ങുന്നില്ല. അതവളെ സ്വതന്ത്ര ചിന്തയുള്ളവളാക്കി, ആത്മവിശ്വാസമുള്ളവളാക്കി, സമൂഹത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്നവളാക്കി മാറ്റുന്നു. ഒരു സ്ത്രീ പഠിച്ചാൽ ഒരു കുടുംബം വളരുന്നു. ഒരു കുടുംബം വളരുമ്പോൾ ഒരു സമൂഹം മുന്നേറുന്നു. സമൂഹം മുന്നേറുമ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതി ഉറപ്പാകുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് വെറും അവകാശമല്ല, അതൊരു നാടിൻ്റെ നിക്ഷേപമാണെന്ന് മനസ്സിലാക്കണം. വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീകൾ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സ്വയം നിലനിൽക്കുകയും അഴിമതിയും അനീതിയും ചോദ്യം ചെയ്യുകയും പുതുതലമുറയെ മൂല്യബോധത്തോടെ കരുതലോടും വളർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പെൺകുട്ടിക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നത് നമ്മുടെ കടമയാണ്. മലാല പറഞ്ഞതുപോലെ ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം, ഒരു പേന, ഇവയെല്ലാം ലോകം മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഈ വനിതാ ദിനത്തിൽ നാം എല്ലാവരും ഉറപ്പായി പറയാം, വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് സമൂഹത്തിൻ്റെ യഥാർത്ഥ ശക്തി. അടുത്തത് പാനൽ ചർച്ചയാണ്. സ്വപ്നച്ചിറകിൽ, ബ്രേക്കിംഗ് ന്യൂസ് എന്നീ പാഠങ്ങളെ ആസ്പദമാക്കി സ്ത്രീ മുന്നേറ്റത്തിലെ പ്രതിബന്ധങ്ങൾ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക. പാനൽ ചർച്ചാ വിഷയം സ്ത്രീ മുന്നേറ്റത്തിലെ പ്രതിബന്ധങ്ങൾ എന്നാണ്. ഈ ചർച്ചയുടെ ഉദ്ദേശ്യം സ്ത്രീകളുടെ പുരോഗതിക്ക് മുന്നിലുള്ള സാമൂഹിക, സാംസ്കാരിക, മതപര, സാമ്പത്തിക, രാഷ്ട്രീയ തടസ്സങ്ങൾ തിരിച്ചറിയുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മോഡറേറ്ററുടെ അവതരണം കൂടിയാവാം. സ്ത്രീ മുന്നേറ്റം മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിയുടെ അടയാളമാണ്. എന്നാൽ ഇന്നും സ്ത്രീകൾക്ക് മുന്നിൽ അനേകം തടസ്സങ്ങളുണ്ട്. ഈ ചർച്ചയിലൂടെ അവയെല്ലാം തിരിച്ചറിഞ്ഞ് പരിഹാരങ്ങൾ തേടുകയാണ് ലക്ഷ്യം. സമൂഹം സ്ത്രീയെ നൂറ്റാണ്ടുകളായി അടിച്ചമർത്തി വർത്തിച്ച സാഹചര്യത്തിൽ ആരാച്ചാർ എന്ന പുരുഷാധികാര മേഖലയിൽ ഒരു പെൺകുട്ടി കടന്നു വരുന്നത് വലിയ വിപ്ലവമാണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി നമുക്ക് 1-2 പോയിന്റുകൾ കൂടി ഈ പാനൽ ചർച്ചയിൽ ഉൾപ്പെടുത്താം. അതിനെ വേണ്ടുന്ന രീതിയിൽ വികസിപ്പിച്ചാൽ മാത്രം മതിയാകും. സ്ത്രീകൾക്ക് ഏതു മേഖലയും കീഴടക്കാൻ കഴിയും എന്ന ഉറച്ച സന്ദേശം ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗം നൽകുന്നു. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ ഉത്തരവാദിത്വങ്ങൾ വഹിക്കാനും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മികവ് തെളിയിക്കാനും കഴിവുള്ളവരാണ്. ഒരു പെൺകുട്ടി ആരാച്ചാരായി നിയമിതയാകുമ്പോൾ സ്ത്രീകൾക്ക് സമൂഹം നിശ്ചയിച്ച പരിമിതികളിൽ നിന്ന് അവർ സ്വയം മോചിതരാകുന്നു. സ്ത്രീകൾക്ക് ഇപ്പോഴും തൊഴിൽ മേഖലയിൽ സമത്വം ലഭിച്ചിട്ടില്ല. രാഷ്ട്രീയം, മാധ്യമം, സിനിമ തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണ്. സ്ത്രീയെ പാരമ്പര്യത്തിൻ്റെ രക്ഷകർത്താവ് എന്ന നിലയിൽ കാണുന്ന മനോഭാവം മാറ്റേണ്ടതുണ്ട്. ഇതെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ചർച്ച പുരോഗമിക്കാൻ വേണ്ടുന്ന സൂചകങ്ങൾ മാത്രമാണ്. ഇതൊക്കെ ഏത് രീതിയിലാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ളത് പാനൽ ചർച്ചയുടെ അവതരണ വേളയിൽ വരേണ്ടുന്ന
കാര്യങ്ങളാണ്. ഇനി സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടാണെങ്കിൽ അവയ്ക്ക് ഉപയോഗിക്കാവുന്ന സൂചകങ്ങൾ ഇതൊക്കെയാണ്. മലാലയുടെ ജീവിതം സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ പ്രതീകമാണ്. അവൾ നേരിട്ട വെടിയുണ്ട പോലും അവളെ തളർത്തിയില്ല. മതമോ വംശമോ അല്ല, വിദ്യാഭ്യാസമാണ് യഥാർത്ഥ വിമോചനത്തിൻ്റെ വഴിയെന്ന് അവൾ പറയുന്നു. വിദ്യാഭ്യാസം സ്ത്രീയെ സ്വതന്ത്രയാക്കുന്നു, ആത്മവിശ്വാസമുള്ളവളാക്കുന്നു. വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീ സമൂഹത്തെ മാറ്റാൻ കഴിവുള്ളവരാണ്. ധൈര്യം, ചിന്താശക്തി, കരുത്ത് എന്നിവ വിദ്യാഭ്യാസം വഴിയാണ് വളരുന്നത്. ലിംഗസമത്വം ഉറപ്പാക്കുന്നു വിദ്യാഭ്യാസം. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ശക്തമാക്കുക. കുടുംബത്തിൽ നിന്ന് തന്നെ ലിംഗസമത്വ ബോധം വളർത്തുക. മാധ്യമങ്ങൾ സ്ത്രീയെ ബഹുമാനത്തോടെ അവതരിപ്പിക്കണം. ഈ രീതിയിലൊക്കെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. മോഡറേറ്ററുടെ സമാപനം: സ്ത്രീ മുന്നേറ്റം ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, അതൊരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. KR മീരയുടെ, ആരാചാരുടെയും മലാലയുടെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസവും ധൈര്യവും ചേർന്നാൽ സ്ത്രീയെ തടുക്കാൻ ആരാലും കഴിയില്ല എന്നതാണ്. അടുത്ത ചോദ്യം: ആൽബം തയ്യാറാക്കാം. സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നിവയുമായി ബന്ധപ്പെട്ട മഹത് വചനങ്ങൾ ശേഖരിക്കുക. അവയുമായി ബന്ധപ്പെട്ട മഹാന്മാരുടെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ആൽബം തയ്യാറാക്കുക. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മഹത് വചനങ്ങൾ: സ്വാതന്ത്ര്യം കൊടുക്കുന്നതല്ല, നേടുന്നതാണ്. മഹാത്മാഗാന്ധി: ഒരു രാജ്യത്തിൻ്റെ ആത്മാവാണ് സ്വാതന്ത്ര്യം, അതിനെ കാക്കുക തന്നെയാണ് യഥാർത്ഥ ദേശസ്നേഹം. ജവഹർലാൽ നെഹ്റു: നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ അവകാശത്തെ ബാധിക്കാത്തപ്പോൾ മാത്രമേ യഥാർത്ഥമാകൂ. മഹാത്മാഗാന്ധി: വിദ്യാഭ്യാസമില്ലാത്ത സ്വാതന്ത്ര്യം ഒരു അപകടമാണ്, സ്വാതന്ത്ര്യമില്ലാത്ത വിദ്യാഭ്യാസം അടിമത്തമാണ്. APJ അബ്ദുൽ കലാം: സ്വാതന്ത്ര്യം വിലപ്പെട്ടതാണെങ്കിൽ അതിനുവേണ്ടി പോരാടാനുള്ള ധൈര്യം വേണം. സുഭാഷ് ചന്ദ്രബോസ്: ഒരു സ്ത്രീ സ്വതന്ത്രയല്ലെങ്കിൽ ഒരു സമൂഹവും സ്വതന്ത്രമല്ല. മലാല യൂസഫ്സായി: മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത്. നെൽസൺ മണ്ടേല. ഇവയെല്ലാം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മഹത് വചനങ്ങളാണ്. കൂടുതൽ വചനങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഇനി ജനാധിപത്യത്തെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ജനാധിപത്യം ജനങ്ങളാൽ ജനങ്ങൾക്കായി ജനങ്ങൾക്കുള്ള ഭരണമാണ്. അബ്രഹാം ലിങ്കൺ. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അഭിപ്രായ വ്യത്യാസം സഹിക്കുന്നതിലാണ്. മഹാത്മാഗാന്ധി. ജനാധിപത്യത്തിൻ്റെ ശക്തി വോട്ടുപെട്ടിയിലാണ്, ആയുധങ്ങളിലല്ല. ഡോക്ടർ BR അംബേദ്കർ. സ്വാതന്ത്ര്യവും സമത്വവും ഇല്ലാതെ ജനാധിപത്യം വെറും നാടകം മാത്രമാണ്. ജവഹർലാൽ നെഹ്റു. ജനാധിപത്യം വളരാൻ ജാഗ്രതയുള്ള പൗരന്മാരാണ് വേണ്ടത്. APJ അബ്ദുൽ കലാം. പൗരൻ്റെ നിശബ്ദതയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. നെൽസൺ മണ്ടേല. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്തിടത്ത് ജനാധിപത്യമില്ല. വോൾട്ടയർ. ഈ മഹത് വചനങ്ങളോടൊപ്പം അവരുടെ എല്ലാവരുടെയും ചിത്രങ്ങൾ കൂടി ശേഖരിച്ചിട്ട് വേണം ആൽബം തയ്യാറാക്കാൻ. അവസാനത്തെ ചോദ്യം ശില്പശാലയാണ്. പ്രസംഗകലയിൽ നിങ്ങൾക്ക് പ്രാവീണ്യം നേടുന്നതിന് വേണ്ടി ഭാഷാ ക്ലബ്ബുമായി ചേർന്ന് ഒരു പ്രസംഗ പഠന ശില്പശാല സംഘടിപ്പിക്കുക. ഇതിനായി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്? ചർച്ച ചെയ്യൂ, തീരുമാനിക്കൂ. പ്രസംഗകല ശില്പശാല സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നും താഴെ കൊടുത്തിട്ടുണ്ട്. സ്ഥലവും തീയതിയും നിശ്ചയിക്കൽ, പരിശീലകരെ കണ്ടെത്തൽ. പരിശീലകർ നാടക കളരിയുമായി ബന്ധപ്പെട്ട കലാകാരന്മാർ ആവാം, അവരെയാണ് പരിശീലകരായി കണ്ടെത്തേണ്ടത്. സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കണ്ടെത്തൽ, വിവരശേഖരണം. സമകാലിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നാടകങ്ങൾ എടുക്കാം. അല്ലെങ്കിൽ എക്കാലത്തും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നാടകങ്ങൾ കൊണ്ടുവരാം. ശില്പശാലയുടെ ഉള്ളടക്കം നിശ്ചയിക്കൽ, ആസൂത്രണം. എന്താണ് ഈ ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ശില്പശാല നടത്തുമ്പോൾ കുട്ടികൾക്കുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാകണം. അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കണം. തുടർന്ന് ശില്പശാല നടക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകേണ്ടത്. അതിനായി പരസ്യം ചെയ്യാനായിട്ട് പരസ്യം തയ്യാറാക്കാം, നോട്ടീസ് അടിക്കാം, പോസ്റ്റർ, അനൗൺസ്മെൻറ്റ്. ഈ രീതിയിലൂടെയൊക്കെ ശില്പശാല നടക്കുന്നത് എന്നാണ്, എവിടെ വെച്ചാണ്, ഉദ്ദേശം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു നോട്ടീസ്, പോസ്റ്റർ തയ്യാറാക്കാം. ആരൊക്കെയാണ് പരിശീലകരായിട്ട് എത്തുന്നത് എന്നീ കാര്യങ്ങളൊക്കെ
ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കണം. പിന്നീട് പങ്കാളിത്തം ഉറപ്പാക്കുക. ശില്പശാലയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുടെ പേരുവിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷം അവരെല്ലാവരും എത്തുന്നുണ്ട് എന്നുള്ള കാര്യം, അതായത് ആ പങ്കാളിത്തമാണ് ഉറപ്പുവരുത്തേണ്ടത്. ഈ രീതിയിൽ ഒരു ശില്പശാല സംഘടിപ്പിക്കാവുന്നതാണ്. പാഠഭാഗത്തിൻ്റെ ആശയവും തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളും ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.